ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, വാഹനം സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വാഹനം മേടിച്ചുകൊണ്ട് പോകുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചോണം. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മുടെ ചിലപ്പം വാഹനം കാണും, ചെറിയ വാഹനമായിരിക്കും ഉള്ളത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ലോങ് ഡ്രൈവൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ പോകേണ്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വലിയ വാഹനം മേടിക്കാറുണ്ട്. വലിയ വാഹനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നോവയോ അല്ലെങ്കിൽ കോളീസോ അങ്ങനത്തെ വലിയ വാഹനങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. ചിലപ്പം എനിക്ക് വാഹനം ഒന്ന് തരാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി മേടിക്കാറുണ്ട്. അങ്ങനെ മേടിച്ച് നമ്മൾ യാത്രയൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, വലിയ വാഹനമുള്ള വീടുകളിൽ ഈ വാഹനം മിക്കപ്പോഴും ചിലപ്പോൾ ഓടുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന സുഹൃത്ത് ചിലപ്പം പുറത്തായിരിക്കാം. ഈ വാഹനം വെറുതെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഈ വാഹനം വെറുതെ ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വാഹനം ചെന്ന് എടുക്കുന്ന നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മൾ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതായത് നാളെയാണ് യാത്ര പോകുന്നതെങ്കിൽ നാളെ രാവിലെ പോയി എടുത്തുകൊണ്ട് വന്ന് ഒരു കാരണവശാൽ ആ വാഹനത്തിൽ യാത്ര പോകാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ആ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അറ്റ് പ്രസൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ വാഹനം കുറേ നാളായിട്ട് ഓടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ സ്റ്റാർട്ടാകും. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാം സെറ്റായി നിൽക്കുന്നുള്ളതുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ് വാഹനം ഓഫ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഡിലേ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ല് വരാം, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് വരാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നിങ്ങളൊരാളുടെ വാഹനം മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവരോട് ചോദിക്കുക, എത്ര നാളായിട്ട് ഈ വാഹനം ഓടാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ റീസെൻ്റായിട്ട് സർവീസ് ചെയ്ത് എപ്പോഴാണ്. അപ്പോൾ സർവീസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് ഓടാതെ കിടക്കുന്നതന്നെ സർവീസ് ചെയ്യാറില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പിച്ച് വേണം, ഒന്നെങ്കിൽ നിങ്ങളത് സർവീസ് ചെയ്തോണം. അല്ലാത്ത പക്ഷം അവരെ കൊണ്ട് സർവീസ് ചെയ്യിക്കാൻ നോക്കണം. അത് ചിലപ്പോൾ നടക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വാഹനം കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പം പകുതി വഴി വെച്ച് ഇത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മുടെ തലയിലിരിക്കും. അതുകൊണ്ട് ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷേ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരുമായിട്ട്. അങ്ങനെ ഒരു വാഹനം നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, പറ്റുമെന്നുണ്ടെങ്കിൽ തലേ ദിവസം എടുത്ത് നമ്മൾ കുറച്ച് ദൂരം ഓടിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15 കിലോമീറ്ററെങ്കിലും നിങ്ങൾ ആ വാഹനം ഓടിച്ചിരിക്കണം. അങ്ങനെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ ആ വാഹനത്തിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. 15 കിലോമീറ്റർ ഓടിച്ചിട്ടും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഓക്കെയാണ്, നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര പോകാം. പക്ഷേ ഈ ഒരു 15 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഒരു ലോങ് ഡ്രൈവ് പോകാവുള്ളൂ. കാരണം നമ്മളൊരു ലോങ് പോകുന്ന ഒരു സമയം പറഞ്ഞാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ പെട്ടെന്ന്, അതായത് ഓടാതെ കിടക്കുന്ന ഒരു വാഹനമായിട്ട് പെട്ടെന്ന് ഒരു ലോങ് ഡ്രൈവ് പോകാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം ഓടാതിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പാർട്സുകളെല്ലാം അനങ്ങാതിരിക്കുകയാണ്. പെട്ടെന്ന് ഇതിന് ഒരു പ്രഷർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിനൊരു വർക്ക് പ്രഷറും കൂടെ വരുന്ന സമയത്ത് ഇതിനൊക്കെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം.